ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ശരിക്കും പരാജിതരാണോ? ഒരുപക്ഷെ ഈ തമ്പ് കണ്ടിട്ടായിരിക്കും പല ആൾക്കാരും വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഒരുപക്ഷെ ഒരു മോട്ടിവേഷൻ പ്രതീക്ഷ ആയിരിക്കും നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവുക. ഒരിക്കലല്ല കേട്ടോ. ഒരാളെയും മറ്റൊരാൾക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ് എൻ്റെ പക്ഷം. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നതാണ്. എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ എനിക്ക് മാത്രമേ കഴിയൂ എന്നാണ് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത്. കാരണം നമ്മളൊരു പക്ഷേ പല ആൾക്കാരുടെയും മോട്ടിവേഷൻ കേൾക്കുമായിരിക്കാം. പക്ഷെ ആ മോട്ടിവേഷൻ കൊണ്ട് നമുക്ക് ലോങ് ലാസ്റ്റ് നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് വേണം എൻ്റെ ജീവിതാനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നെ എപ്പോഴും മുന്നോട്ട് നയിച്ചിട്ടുള്ളത് ഞാൻ നേരിട്ടിട്ടുള്ള പ്രതിസന്ധികളും അതുപോലെ തന്നെ ഞാൻ എൻ്റെ ജീവിത സാഹചര്യം കൊണ്ട് ആർജിച്ചെടുത്ത കാര്യങ്ങളുമാണ് എന്നെ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്നത്. മറ്റൊരാളുടെ ജീവിതത ഒരുപക്ഷെ നമ്മളെ കുറച്ച് നിമിഷത്തേക്ക് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുമായിരിക്കാം, അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്യുമായിരിക്കാം. പക്ഷെ അത് അവസാന നിമിഷം വരെ നമ്മളൊരു ലക്ഷ്യം അച്ചീവ് വരെ ആ മോട്ടിവേഷൻ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംശയമാണ്. കാരണം ചിലപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ വിക്രമാദിത്യ സിനിമ കണ്ടതാണ്, നമ്മൾ വെള്ളം സിനിമ കണ്ടതാണ്. അവിടെ എല്ലാം ആ ഒരു എഴുത്തുകാരൻ അവിടെ പറയാൻ ഉദ്ദേശിച്ചത് ആ രണ്ട് കഥാപാത്രങ്ങളുടെയും ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ആ ജീവിത സാഹചര്യങ്ങളാണ് അവരെ ലക്ഷ്യസ്ഥാനത്തേക്ക് നയിക്കാൻ പ്രേരിപ്പിച്ച ഘടകം. അവരൊരിക്കലും ഒരു മോട്ടിവേഷൻ വീഡിയോ കണ്ടതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇതേ കണക്ക് നമ്മുടെ എല്ലാം ജീവിതത്തില് ഒരു ചില ഘട്ടങ്ങളിൽ നമ്മൾ ചിലപ്പോൾ തല കുനിക്കേണ്ടി വന്നിട്ടുണ്ടാവും, ഇല്ലേ? ചിലപ്പോൾ നമ്മൾ മറ്റുള്ള മുമ്പിൽ പരിഹാസത്തിന്റെ പാത്രമായി വന്നിട്ടുണ്ടാവും. അങ്ങനെ കുറേ അധികം നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ടാവും. ആ നിമിഷങ്ങളാണ് ശരിക്കും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഞാനിത് പറയാൻ കാരണം ഞാൻ കുറച്ച് ചിത്രങ്ങൾ അങ്ങോട്ട് കാണിച്ചു തരാം. ഇത് ഈ കഴിഞ്ഞ നമ്മുടെ കേരള PSC സൈലത്തിന്റെ സക്സസ് മീറ്റിലെ വന്ന റാങ്ക് ഹോൾഡേഴ്സ് ആണ്. LDSയിൽ നമുക്ക് കിട്ടിയ 1ാം റാങ്കുകൾ മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. LGSന്റെ റാങ്കുകൾ, അതുപോലെ തന്നെ LPSന്റെ ടോപ്പേഴ്സ് എല്ലാം ഒറ്റ ഫ്രെയിമിൽ ഞാൻ ഇത്രയും ആൾക്കാരെ കാണിച്ചു. കാരണം ഒരുപാട് പേര്, ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ നല്ല മികച്ച നേട്ടം കൈവരിച്ചെന്ന ആൾക്കാരുണ്ട്. ഞാനിത് പറയാൻ കാരണം, എന്നാൽ ഇതിലൊന്നും ആഗ്രഹിച്ചിട്ടും എത്തിപ്പെടാതെ പോയ ഒട്ടനവധി ആൾക്കാർ, കൂട്ടുകാർ നമ്മുടെ ചുറ്റുമുണ്ട്. ശരിയല്ലേ? അവരെയാണ് ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത്. നോക്കിയേ നിങ്ങൾ, LPST അടക്കി ഭരിച്ചവർ. ഇതിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഒരുപാട് പേര് സംസാരിച്ചെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെട്ടത് ഈ പറയുന്ന വിന്ദുജ എന്ന് പറഞ്ഞ തൃശ്ശൂർ ജില്ലയിലെ 1ാം റാങ്ക് നേടിയ വിന്ദുജയുടെ ഒരു ഡയലോഗാണ്. വിന്ദുജ പറഞ്ഞു വെച്ച ഫസ്റ്റ് പോയിന്റ് ഇതാണ്: എന്നെ ഇവിടെ എത്തിച്ചത്, ഈ 1ാം റാങ്ക് നേടാൻ എന്നെ എത്തിച്ച ഘടകം എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ വാക്കാണ്. എൻ്റെ അച്ഛൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നിന്നെ കൊണ്ട് ഇതിന് കഴിയില്ലടി എന്ന് പറഞ്ഞു. ആ അച്ഛൻ്റെ ഒരൊറ്റ വാക്കാണ് വിന്ദുജയെ ആ ഒരു നിലയിലേക്ക് എത്തിച്ചത്, അല്ലെങ്കിൽ 1ാം റാങ്കിൽ എത്തിക്കാൻ പ്രേരിപ്പിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ ഒരൊറ്റ വാക്ക് എന്നുള്ള സ്വന്തം അച്ഛൻ പറയുന്ന വാക്കാണ്. ആ വാക്ക് ഡെയിലി അച്ഛനെ കാണുമ്പോഴൊക്കെ ഒരുപക്ഷെ ഓർക്കുന്നത് ആ വാക്കായിരിക്കും. ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ആ ജീവിത അനുഭവമാണ്, വിന്ദുജയുടെ ആ ഒരു അനുഭവമാണ് ഒരുപക്ഷെ വിന്ദുജയെ ഓടാൻ പ്രേരിപ്പിച്ച ഘടകം എന്ന് പറയുന്നത്. ശരിയല്ലേ? അങ്ങനെ ഓരോരുത്തരെയും നമുക്ക് പറഞ്ഞു വരാം. ഇവർക്കെല്ലാം അവരുടേതായ കഥകൾ പറയാനായിട്ടുണ്ട്. നമ്മുടെ പാലക്കാട് 1ാം റാങ്ക് നേടിയ പയ്യൻ വന്നിട്ട് പറഞ്ഞത്, ഞാൻ ആദ്യം ഈ ഒരു വേദി ഒന്ന് ആസ്വദിക്കട്ടെ എന്നാണ്. ഇത്രയും വലിയൊരു വേദി എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്, ഈ വേദി ഞാനൊന്ന് ആസ്വദിക്കട്ടെ എന്നാണ് നമ്മുടെ പാലക്കാട് 1ാം റാങ്ക് ജേതാവിൻ്റെ നിതിൻ്റെ ആ ഒരു വാചകം എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് പേര് നമ്മളെ വന്ന് ആ നിമിഷം കോരിത്തിരിപ്പിച്ചു പോയ കുറേ ആൾക്കാരുണ്ട്. ഞാൻ ഒന്ന് രണ്ട് ചിത്രങ്ങൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നോക്കണം, ഇത് LPST റാങ്ക് ഹോൾഡേഴ്സുമായി നിൽക്കുന്ന ആ ചിത്രമാണ് നമ്മളവിടെ കാണുന്നത്. അതിനുശേഷം ഇത് ഇക്കഴിഞ്ഞ 2 റാങ്ക് ഹോൾഡേഴ്സ് മീറ്റ് നമ്മൾ നടത്തി. ഒന്ന് LPSCയുടേത് കോഴിക്കോട് വെച്ചും, അതിനുശേഷം LDC LGS അതുകൊണ്ടൊക്കെ SI റാങ്ക് ജേതാക്കളുടേത് നമ്മൾ കൊച്ചിയിൽ വെച്ചും കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓഗസ്റ്റ് 15-ാം തീയതി സൈലം PSCയുടെ 2ാം വാർഷിക ദിനത്തിൽ നമ്മൾ ആചരിക്കുകയുണ്ടായി. അവിടെ കണ്ട ചിത്രങ്ങളാണ് മൻസൂർ സാറ് അഡ്രസ് ചെയ്യുന്ന ആ വലിയൊരു ക്രൗഡിനെ. ഇതെല്ലാം ഇരിക്കുന്ന അത്രയും ആൾക്കാർ. ബേസിൽ ജോസഫ് പോലും വന്നിട്ട് പറഞ്ഞത്, ഞാൻ ആദ്യം വിചാരിച്ചത് ഉദ്യോഗാർത്ഥികളാണ് എന്നാണ്, പിന്നെയാണ് മനസ്സിലാക്കിയത് ഇത്രയും റാങ്ക് ജേതാക്കളോ എന്ന് മനസ്സിലാക്കിയത്. ഇത്രയും ആൾക്കാർ. ഞാൻ ഈ ചിത്രങ്ങൾ ഇങ്ങനെ കാണിക്കാനുള്ള കാരണം, ജെറിൻ സാറിനെ നിങ്ങൾക്ക് അവിടെ കാണാം, രണ്ടുപേരെയും, ജെറിൻ സാറിനെയും മൻസൂർ സാറിനെയും ഒക്കെ അവിടെ കാണാം. അവരെല്ലാവരും അഡ്രസ്സ് ചെയ്തു. പിന്നെ ഇതിനെല്ലാം ഒരു ചെറിയ രീതിയിലെങ്കിൽ നിങ്ങളെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്ത നമ്മുടെ അധ്യാപക സുഹൃത്തുക്കളെയാണ് നിങ്ങൾ ആ ചിത്രത്തിൽ കാണുന്നത്. ഇവരെല്ലാവരും ആ ഒരു മഹനീയ മുഹൂർത്തത്തിൽ ആദരിക്കപ്പെടുകയുണ്ടായി. അപ്പോൾ ഞാനിത് പറയാൻ കാരണം, ഇത്രയും ഫോട്ടോസ് നിങ്ങളുടെ മുന്നിൽ പറയാൻ കാരണം, ഒരുപക്ഷെ നിങ്ങളിൽ പല ആൾക്കാരും നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ താഴെ കമൻ്റായിട്ട് പറയും, അടുത്ത റാങ്ക് ഹോൾഡേഴ്സ് മീറ്റിൽ ഞാനും ഉണ്ടാവും, ഞാൻ ഇതേ കണക്കൊരു ട്രോഫി നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കുമെന്ന് പറഞ്ഞ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ മുന്നിലുണ്ട്. ഞാനിത് ഈ ഒരു വീഡിയോയിലൂടെ ആദ്യം അഡ്രസ്സ് ചെയ്യുന്നത്, ഇങ്ങനെ ഒരുപാട് ആശിച്ചിട്ടും കഴിഞ്ഞ ലിസ്റ്റുകളിൽ ചെറിയ മാർഗിന് അവര് ആഗ്രഹിച്ച ലക്ഷ്യസ്ഥാനത്ത് എത്താതെ ചെറിയ മാർഗം, നിസ്സാരം മാർഗിന് പുറത്തേക്ക് പോയ ചില ആൾക്കാരുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ട്.
അവരെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ എവിടെയും പരാജയപ്പെട്ടിട്ടില്ല. ഒരു ഓട്ട മത്സരം നടന്നു, ആ ഓട്ട മത്സരത്തിൽ ചെറിയ രീതിയിൽ നമ്മൾ മാറിപ്പോയി എന്നേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം നമുക്ക് കഴിവില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല. നമുക്ക് ഇനിയും വലിയൊരു അവസരം നമ്മുടെ മുന്നിൽ തുറന്നു കിടപ്പുണ്ട്. ആ അവസരങ്ങൾ നമ്മൾ തിരിച്ചറിയണം. കുറെ ആൾക്കാരെങ്കിലും ഇത് മതി, എന്നെ കൊണ്ട് പറ്റത്തില്ല, ഇതോടുകൂടി ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് എന്ന രീതിയിലേക്ക് ആ പഠനമൊക്കെ ഉപേക്ഷിച്ച് മാറ്റി നിർത്തുക ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആ ആൾക്കാരോടുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു കാരണവശാലും നിങ്ങൾ ആ ഓട്ടം, നിങ്ങൾ ചിലപ്പോൾ കട്ട് ഓഫിനും 1-2 മാർക്ക് അകലെ അത്രയും നിങ്ങൾ എത്തിച്ചേർന്നു. ഇവിടെ നിങ്ങൾ ഈ സമയം ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആ ഒരു ഇത് നമ്മുടെ ആ സമയം കൊണ്ട് പോയി എന്ന് മാത്രം കരുതിയാൽ മതി. തിരിച്ചു വരിക, തിരിച്ച് നിങ്ങളുടെ പഠനം പുനരാരംഭിക്കുക. ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ കാണുന്ന, ഞാൻ എവിടെയെങ്കിലും പരാജയപ്പെട്ടു, നമ്മൾ ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരുപാട് ആഗ്രഹിക്കുമ്പോഴേ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും കിട്ടുക. അപ്പോൾ ചില ഘട്ടങ്ങളിലൊക്കെ നമ്മൾ വീണ് പോയിട്ടുണ്ടാവും. ഞാൻ തീർച്ചയായും വീണ് പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കുന്നത്, ഒരു കാര്യം എനിക്ക് കിട്ടിയില്ല എങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് ഇത്രേ ഉള്ളൂ, ഇതിലും വലുത് വരാൻ അല്ലെങ്കിൽ കിട്ടാൻ ഞാൻ യോഗ്യനാണ്, അല്ലെങ്കിൽ എനിക്ക് കിട്ടാൻ യോഗ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒരു ഇതുകൊണ്ട് തന്നെയാണ് ഈ ഫ്ലോറിൽ ഇപ്പം നിൽക്കാൻ കാരണവും അതുകൊണ്ട് തന്നെയാണ്. ചെറിയ പരാജയങ്ങൾ നമ്മളെ ഒരു കാരണവശാലും തളർത്തുണ്ടാവും. ആ തളർച്ചയിൽ നിങ്ങൾ വീണു പോകരുത്. തിരിച്ചു വരിക. ഞാനിത് പറയുന്നത് നിങ്ങൾ ഒരിക്കലും ഒരു മോട്ടിവേഷനായിട്ട് കാണരുത്. കാരണം മോട്ടിവേഷൻ, ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് മറ്റൊരാൾ പറയുന്നതല്ല, നമ്മുടെ ജീവിത സാഹചര്യങ്ങളായിരിക്കും. നമ്മുടെ ജീവിത സാഹചര്യങ്ങളാണ് നമ്മുടെ മോട്ടിവേഷൻ. അതല്ല, ആ ഒരു മോട്ടിവേഷൻ ഉള്ളവർ മാത്രമേ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുള്ളൂ. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ ഞാനത് പറയാൻ കാരണം, അങ്ങനെ വീണുപോയവരോട് പറയാൻ കാരണം, നമുക്ക് ഇനി വരുന്ന വർഷങ്ങളിൽ ഒരുപാട് നല്ല നല്ല പരീക്ഷകൾ വരാനിരിക്കുന്നു. നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള, ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു എന്താ പറയുക, ഒരു ലെവലുണ്ട്. ആ ലെവലിൽ നിങ്ങൾ ഇപ്പൊ ഡ്രോപ്പ് ചെയ്യരുത്, അത് കണ്ടിന്യൂ ചെയ്യണം. ഇനി വരാൻ പോകുന്ന എക്സാംസ് ജസ്റ്റ് ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്കമിങ് എക്സാംസ് ഏതൊക്കെയാ? കമ്പനി ബോർഡ് LGS, ഡിഗ്രിക്കാർക്ക് കൂടെ എഴുതാൻ പറ്റുന്ന കമ്പനി ബോർഡിന്റെ LGS എക്സാം പരീക്ഷ വരാനിരിക്കുകയാണ്. ഈ വർഷം നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന പരീക്ഷകളാണ്. ഒന്ന് കമ്പനി ബോർഡ് LGS, അതുപോലെ തന്നെ ബിവറേജസ് കോർപ്പറേഷൻ LD, അതേ കണക്ക് തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അതേ കണക്ക് LDCയുടെ ഒരു ഫൗണ്ടേഷൻ ബാച്ച് ആരംഭിക്കുകയാണ്. ഇനി 2 കൊല്ലം കഴിഞ്ഞായിരിക്കും LDC വരിക. അതിന്റെ ഒരു ഫൗണ്ടേഷൻ ബാച്ച് ഇപ്പോഴേ തന്നെ ആരംഭിച്ചു വെക്കുന്നു. അത് കണക്ക് തന്നെ ഏവരും ആഗ്രഹിച്ച LP സ്കൂൾ അസിസ്റ്റന്റ്, LP-UP ദ്രോണ 2.5 അല്ലെങ്കിൽ 2025 2025 എന്ന് പറയുന്ന പുതിയൊരു ബാച്ച് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് പരിചയപ്പെടുത്തുന്നത് മാത്രം. അപ്പോൾ കമ്പനി ബോർഡ് LGS നല്ലൊരു അവസരമാണ്. കഴിഞ്ഞ 1.5 വർഷമായിട്ടുള്ളൂ കഴിഞ്ഞ പരീക്ഷ നടന്ന്, അതിന്റെ ലിസ്റ്റ് വന്നിട്ട് 1.5 കൊല്ലം മാത്രമേ ആയിട്ടുള്ളൂ. ആ 1.5 കൊല്ലം കൊണ്ട് ഏകദേശം 2200ഓളം കാറ്റഗറി നമ്പർ ലാസ്റ്റ് വന്നത് 609/2021 609/2021 ഇത് ലിസ്റ്റിൽ നിന്ന് ഏകദേശം ലാസ്റ്റ് അതിന്റെ പരീക്ഷ നടന്നത് 17/5/2023 ലിസ്റ്റ് വന്നത് 12/1/2024 ലിസ്റ്റ് വന്നത്. ഈ ലിസ്റ്റ് പ്രകാരം 1.5 വർഷം ലിസ്റ്റ് കാലാവധി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു 1.5 വർഷം കൂടെ ഉണ്ട്. ഇതുവരെ നടന്ന അഡ്വൈസ് 2207 ആണ്. അപ്പൊ 2207 പേർക്കാണ് ഇതുവരെ അഡ്വൈസ് പോകുന്നത്. ഇനി 1.5 കൊല്ലം ഉണ്ട്. അപ്പൊ ഏകദേശം ഒരു 4000 പ്ലസ് തന്നെ ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ സൃഷ്ടിക്കാൻ ഈ തസ്തികയ്ക്ക് കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. അത്ര വാക്കൻസി ഉള്ള ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് കമ്പനി ബോർഡ് കോർപ്പറേഷന്റെ എക്സാം എന്ന് പറയുന്നത്. അത് നല്ലൊരു അവസരമാണ്, ഒരാൾ മിസ് ചെയ്യരുത്. അതിന്റെ സിലബസ് കൂടെ ഒന്ന് പരിചയപ്പെടുത്താം. പൊതുവിജ്ഞാനം GK 40 മാർക്കിനുണ്ട്. കറണ്ട് അഫെയർ 20 മാർക്ക്, ഞാൻ എടുക്കുന്ന കറണ്ട് അഫെയർ 20 മാർക്കിനുണ്ട്. സയൻസ് സബ്ജക്ട് 10 മാർക്കിന്, അതുപോലെ തന്നെ പൊതുജനാരോഗ്യം 10 മാർക്ക്, പിന്നെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി 20 മാർക്ക്. ഇതാണ് അതിന്റെ ഒരു സിലബസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഇതിനകത്ത്. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്പനി ബോർഡ് LGS. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ സാധാരണ LGS ഡിഗ്രിക്കാർക്ക് അപേക്ഷിക്കാൻ പറ്റത്തില്ല. എന്നാൽ ഇത് ഡിഗ്രി ആസ്പിറൻസിന് കൂടെ അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ ആൾക്കാർക്ക് കൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഡിഗ്രിക്കാർക്ക് കൂടെ അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു LGS ആണ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. ആ ഒരു തസ്തിക എന്ന് പറയുന്ന കാര്യം ഓർക്ക്. അതിന്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 1499 രൂപയാണ് ബാച്ചിന്റെ കോഴ്സ് ഫീ നിശ്ചയിച്ചിട്ടുള്ളത്. 1 ഇയർ ആണ് ബാച്ചിന്റെ വാലിഡിറ്റി. ഈ വരുന്ന സെപ്റ്റംബർ മാസം 15, ഓണം കഴിഞ്ഞ ഉടനെ തന്നെ സെപ്റ്റംബർ മാസം 15-ാം തീയതി ഈ ബാച്ച് നമ്മൾ എന്ത് ചെയ്യും, കമൻസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ കണ്ടോ, ഇത് ഇപ്പോൾ 207 ഒഴിവ് കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പത്രവാർത്തയാണ് അവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്.
ഇനി അടുത്തത് LDC മീൻസ് ബെഫ്കോ LDC, ബെവറേജസ് കോർപ്പറേഷൻ LDC. ബെഫ്കോ LDCക്കും അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിന് വേണ്ടിയിട്ടുള്ള ഒരു ബാച്ച് കൂടെ ഈ വരുന്ന സെപ്റ്റംബർ മാസം 10 നമ്മൾ കമൻസ് ചെയ്യാണ്, ബാച്ച് കമൻസ് ചെയ്യാണ്. അതിന്റെ ഫീ ആയിട്ട് നിശ്ചയിട്ടുള്ളത് 1999 ആണ്. അതിന്റെ ഫീ ആയിട്ട് നിശ്ചയിച്ചുള്ള ആ ബാച്ചിന്റെ വാലിഡിറ്റി 1 ഇയർ ആണെന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർക്കുക. അതുപോലെ തന്നെ LDCയുടെ ഫൗണ്ടേഷൻ ബാച്ച്, ഇനി വരാൻ പോകുന്ന 2 വർഷം നടക്കാനിരിക്കുന്ന LDCയുടെ ഫൗണ്ടേഷൻ ബാച്ച്, പുതിയ ആൾക്കാർക്ക് വേണ്ടി, തുടക്കക്കാർക്ക് വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു ഫൗണ്ടേഷൻ ബാച്ച് നമുക്കിവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട്. അതിന്റെയും ഫീ എത്രയാണ്? 1999 ആണ്. അതും ഈ വരുന്ന സെപ്റ്റംബർ മാസം 10 ഓണം കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആ ബാച്ച്. ഈ രണ്ടിന്റെയും BFAയുടെയും അതുപോലെ തന്നെ നമ്മുടെ LDCയുടെയും അതേ കണക്ക് തന്നെ ബെഫ്കോ LDCയുടെയും സിലബസ് സെയിം ആണെന്ന കാര്യം ഓർക്കുക. ചരിത്രം 5 മാർക്ക്, ഭൂമിശാസ്ത്രം 5 മാർക്ക്, ധനശാസ്ത്രം 5 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്, കേരളം ഭരണവും ഭരണ സംവിധാനവും 5 മാർക്കിന്, ജീവശാസ്ത്രം പൊതുജനാരോഗ്യം 6, ഭൗതികശാസ്ത്രം രസതന്ത്രം 3 മാർക്ക് വീതം, കലാസാഹിത്യ സംസ്കാരം 5 മാർക്ക്, കമ്പ്യൂട്ടർ അടിസ്ഥാനപരം 3 മാർക്ക്, സുപ്രധാന നിയമങ്ങൾ 5 മാർക്ക്, ആനുകാലികം അവിടെയും 20 മാർക്കിന് ആനുകാലികം. മാത്സിനോടൊപ്പം തന്നെ മാത്സ് 10 മാർക്കിനാണ്, മാത്സ് ആൻഡ് മെന്റബിലിറ്റി 10 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്, മലയാളം പ്രാദേശിക ഭാഷ മലയാളം 10 മാർക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പറയുന്ന LDCയുടെ കോമൺ സിലബസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതേ കണക്ക് തന്നെ LP-UPയുടെ ബാച്ച് നമ്മളിപ്പോൾ ഓൾറെഡി കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 15 നമ്മൾ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിലും അഡ്മിഷൻസ് നടക്കുകയാണ്. അത് 3499 രൂപയാണ് ഓൺലൈൻ പ്രൈസ്. ഓഫ്ലൈനിൽ ഈ ബാച്ചിന്റെ കോഴ്സ് 13,000 രൂപയാണ്. നമ്മുടെ എല്ലാ ഓഫ്ലൈൻ സെന്റേഴ്സിലും ഈ ബാച്ച് അവൈലബിൾ ആണെന്ന കാര്യം കൂടി എന്ത് ചെയ്യുക, ഓർക്കുക. ഈ ബാച്ചിന്റെ വാലിഡിറ്റി 1 ഇയർ ആണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ തളർന്നിരിക്കുന്നവരാണെങ്കിൽ ഒരു കാരണവശാലും അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ മുന്നിൽ, നമ്മുടെ നാട്ടിൻ പുറത്ത് ചില ജീവിക്കുന്ന CCTV ക്യാമറകളുണ്ട് ഇല്ലേ? നമ്മുടെ നാട്ടിൻ പുറത്ത് ചില ജീവിക്കുന്ന CCTV ക്യാമറകളുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു നോക്കിയിരിക്കുന്ന ഒരു പണിയില്ലാത്തവനായിരിക്കും, അവനും ചോദിക്കും നിനക്ക് ജോലിയൊന്നും ആയില്ലേ എന്ന്. അപ്പൊ അത്തരം ആൾക്കാരെല്ലാം ധൈര്യമായിട്ട് ഫേസ് ചെയ്യുക, എന്നിട്ട് അങ്ങോട്ട് വിജയിച്ച് കാണിച്ചു കൊടുത്ത് ഇവരുടെയൊക്കെ മുമ്പിൽ കൂടെ തന്നെ എന്ത് ചെയ്യുക, നടന്നു പോവുക. നാളെ ഈ ചോദ്യത്തിനത്തിന്റെ ഉത്തരം നിങ്ങളായി മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്.